ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 33. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 33. സൂര്യനിലെ അത്ഭുതം. സ്നേഹസുതരെ, വിശ്വാസത്തിൽ നടക്കുക. ഫാത്തിമ, ഒക്ടോബർ 13, 1977, 137. 60 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരഞ്ഞെടുത്ത ഈ സ്ഥലത്ത് വെച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തിയതിന് ഞാൻ പ്രവർത്തിച്ച അത്ഭുതം ഇന്ന് സന്തോഷപൂർവ്വം നിങ്ങൾ അനുസ്മരിക്കുന്നു. സൂര്യൻ്റെ അത്ഭുതം എന്ന് നിങ്ങൾ അതിനെ വിളിക്കുന്നു. പ്രിയപുത്രരെ, അതെ, എല്ലാ സൃഷ്ടികളെയും പോലെ സൂര്യന് സൃഷ്ടാവ് നൽകിയ നിയമങ്ങളെ അനുസരിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഈ നിയമങ്ങൾക്ക് വിപരീതമായി സൃഷ്ടാവ് നിശ്ചയിക്കുമ്പോൾ അതിന് പ്രവർത്തിക്കാം. എല്ലാ സൃഷ്ടികളെയും പോലെ സൂര്യനും ദൈവ നിയമങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ അത്ഭുതത്തിലൂടെ എൻ്റെ വിജയം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതിന് ഞാൻ ആഗ്രഹിച്ചു. മനുഷ്യരെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് വിധേയരാക്കി അതിനെ അനുസരിപ്പിക്കുന്നതിന് അവരെ നയിക്കുക എന്നതിലാണ് എൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. സൂര്യൻ പ്രകാശത്തിൻ്റെ ഉറവിടമാകുന്നു. ഭൂമി പുഷ്പിക്കുകയും സൂര്യൻ താപത്തിന് സ്വയം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. സൂര്യൻ നൽകുന്ന പ്രകാശത്താൽ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നു. അതിൻ്റെ ഉദയത്തോടുകൂടെ നിങ്ങൾ ജോലികൾ തുടങ്ങുകയും അതിൻ്റെ അസ്തമയത്തോടെ അവ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ വിജയം ലോകത്തിൻ്റെ മേലും തിരുസഭയുടെ മേലും പ്രകാശത്തെ അയച്ച് അവയെ പ്രഭാപൂരിതമാക്കുന്നതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം വീണ്ടും നവമായി പ്രകാശിക്കപ്പെടും. കാരണം അത് ദൈവാരാധനയ്ക്കും ദൈവമഹത്വീകരണത്തിനുമായി പൂർണ്ണമായി സ്വയം ആത്മാർപ്പണം ചെയ്യും. തിരുസഭയ്ക്ക് ഇപ്പോൾ മങ്ങലേൽപ്പിക്കുന്ന അബദ്ധത്തിൻ്റെയും അവിശ്വസ്തതയുടെയും പാപത്തിൻ്റെയും അന്ധകാരം ഒരിക്കൽ നിഷ്കാസനം ചെയ്തു കഴിയുമ്പോൾ സത്യത്തിൻ്റെയും പ്രസാദപരത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രഭാപൂർവം വീണ്ടും അതിനെ പ്രകാശിപ്പിക്കും. തിരുസഭ ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ഏറ്റവും വലിയ ദീപമായി പ്രകാശിക്കത്തക്കവണ്ണം അതിൻ്റെ ജീവിതത്തിൽ യേശു ഉജ്ജ്വല ശോഭയോടെ പ്രകാശിക്കും. എന്നാൽ എൻ്റെ വിമല മാതൃഹൃദയം ഏറ്റവും വലിയ വിജയം എൻ്റെ മക്കളുടെ ആത്മാക്കളിൽ യേശുവിനെ പ്രകാശിപ്പിക്കുക എന്നതായിരിക്കും. ഇന്ന് ഈ സ്ഥലത്ത് സന്നിഹിതരായവരിൽ ചിലർ ഇപ്രകാരം ചിന്തിക്കുന്നു: സൂര്യനിലെ അത്ഭുതം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നെങ്കിൽ അത് എത്ര വിസ്മയകരമായിരിക്കും. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ അത് ആവർത്തിക്കുന്നു. എൻ്റെ പുത്രൻ്റെ വഴിയിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുമ്പോൾ, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്നതിന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ, വിശുദ്ധിയിൽ നിങ്ങൾക്ക് ഞാൻ രൂപം നൽകുമ്പോൾ, നിങ്ങളുടെ ആത്മാക്കളിലും ജീവിതത്തിലും ഈ എൻ്റെ സുതൻ യേശുവിൻ്റെ പ്രഭ ഉജ്ജ്വലമായി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ആകയാൽ ഇവിടെ നടന്ന സൂര്യാത്ഭുതം ഒരടയാളം മാത്രമാണ്. അവിടെ സന്നിഹിതരായിരുന്നവരുടെ നേത്രങ്ങൾ ആ അസാധാരണ പ്രതിഭാസം ദർശിച്ചു. ആ ദർശനം നിങ്ങളുടെ അമ്മയുടെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതിന് അനേകർക്കിടയാക്കി. യേശുവിൻ്റെ ദീപം, ലോകത്തിൻ്റെ യഥാർത്ഥ സൂര്യൻ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ കത്തിജ്വലിക്കുവാൻ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ അമ്മയുടെ കർത്തവ്യമാണല്ലോ. ഒക്ടോബർ 29, 1977, 138. സംശയങ്ങളും അമ്പരപ്പുകളും. വത്സല മക്കളെ, എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ എൻ്റെ ശത്രു അവനാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നത് നിങ്ങൾ വിസ്മരിക്കരുത്. ഞാൻ സഭയിൽ ചെയ്യുന്നവയെക്കുറിച്ച് സംശയങ്ങളും അമ്പരപ്പുകളും സൃഷ്ടിക്കുക എന്ന ആയുധം പ്രയോഗിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. ഉറപ്പായുള്ളവയും നവീകരിക്കത്തക്കവയും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ സംശയങ്ങൾ അധിഷ്ഠിതമാക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം അവ നിങ്ങൾ സ്വീകരിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വിമർശന മനോഭാവം അവൻ നിങ്ങളിൽ നിവേശിപ്പിക്കുന്നു. പരിഷ്കൃതരും മിക്കപ്പോഴും ദൈവശാസ്ത്രത്തിൽ വിദഗ്ധരും അധ്യാപകരുമായ നിങ്ങളുടെ സഹോദരങ്ങളിൽ ചിലർ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയുന്നതായി നിങ്ങൾ കേൾക്കുന്നുണ്ട്. പരിഷ്കാര സമ്പത്ത് കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന അവരുടെ മനസ്സ് എൻ്റെ വാക്കുകളെ അരിച്ച് സൂക്ഷ്മ പരിശോധന നടത്തുന്നു.
തന്മൂലം ലളിതമാനസർക്കും ചെറിയവർക്കും വളരെ വ്യക്തമായ ചില പ്രസ്താവനകൾ സ്വീകരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു. വിനീതവും നിർമ്മലവുമായ മനസ്സോട് കൂടിയവനും ലളിത ഹൃദയനും വ്യക്തവും നിർമ്മലവുമായ വീക്ഷണവുമുള്ള ഒരുവന് മാത്രമേ എൻ്റെ വാക്കുകൾ ഗ്രഹിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കഴിയുകയുള്ളൂ. അമ്മ മക്കളോട് സംസാരിക്കുമ്പോൾ അവർ അവളെ ശ്രവിക്കുന്നു, കാരണം അവർ അവളെ സ്നേഹിക്കുന്നു. അമ്മ എന്തു പറഞ്ഞാലും അവർ അനുസരിക്കുന്നു. അങ്ങനെ അവർ അറിവിലും ജീവനിലും വളരുന്നു. അവളെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവളെ വിമർശിക്കുന്നവർക്കും അവൾ പറയുന്നവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് അവയെ തിരസ്കരിക്കുന്നവർക്കും അവളുടെ മക്കളായിരിക്കാൻ സാധ്യമല്ല. വിദ്യാഭ്യാസത്തിൽ പുരോഗമിക്കുന്നെങ്കിലും ഇക്കൂട്ടർക്ക് വിജ്ഞാനത്തിലും ജീവിതത്തിലും വളരുക സാധ്യമല്ല. നവംബർ 5, 1977, 139. സർവവും പൂർത്തിയാക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സർവവും പൂർത്തീകരിക്കുവാൻ പോകുന്നു. ദിവ്യ സംവിധാനത്തിൻ്റെ പരിപൂർണമായ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളെ സന്നദ്ധരാക്കുന്നതിന് നിങ്ങളുടെ അമ്മ അവളുടെ ദിവ്യഹൃദയത്തിൽ നിങ്ങളെ ചേർത്തണയ്ക്കുന്നതിന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ പിതാവിൻ്റെ കരുണയുടെ വിജയം വിരാജിക്കുന്നു. പിതാവ് അബദ്ധസഞ്ചാരം ചെയ്യുന്ന തൻ്റെ മക്കളെ അത്യുത്കണ്ഠയോടെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. അവരെ തന്നിലേക്ക് ആനയിക്കുന്ന വഴികളിലൂടെ നയിക്കുന്നതിന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലൂടെ പുത്രൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ മണിക്കൂറുകൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. പുത്രനാൽ കുരിശിൽ രക്ഷിക്കപ്പെട്ട ലോകത്തെ സ്വന്തം രക്തത്താൽ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കുന്നതിന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സമയവും വരുന്നു. തിരുസഭയെ മുഴുവനും ഒരു പുതിയ പെന്തക്കോസ്തിലേക്ക് നയിക്കേണ്ടതിന് പിതാവിനാലും പുത്രനാലും പരിശുദ്ധാത്മാവ് അതിസമർത്ഥമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നു. സകലതും പൂർത്തീകരിക്കാൻ പോകുന്നു. തൽഫലമായി നവീകരിക്കപ്പെട്ട ലോകത്തിൽ തിരുസഭ അവളുടെ ശുദ്ധീകരണത്തിൻ്റെ യാതനകളിൽ നിന്നും പൂർവ്വപരി സുന്ദരിയും തേജസ്വിനിയുമായി പുറത്തു വരും. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം ഇതിൻ്റെ വിശദാംശങ്ങൾ വീക്ഷിക്കണം. നിങ്ങൾ ജീവിക്കുന്ന സമയത്തിൻ്റെ ഓരോ വിശദാംശവും വിസ്മയാവഹമായ പശ്ചാത്തലത്തിൽ വേണം കാണുവാൻ. സദാ നിബിഡതരമായിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തെയും നിർബാധം ചെയ്യപ്പെടുന്ന പാപത്തെയും ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെയും മനുഷ്യവർഗം അതിൻ്റെ സ്വന്തം കൈകളാൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ശിക്ഷകളെയും നോക്കിക്കൊണ്ട് നിൽക്കരുത്. ഇവ വലിയ പദ്ധതിയുടെ വേദനാത്മകമായ വശങ്ങളാണ്. ഭയപ്പെടേണ്ട, എൻ്റെ ഹൃദയത്തിൽ അഭയം തേടുക. ഡിസംബർ 8, 1977, അമലോത്ഭവ തിരുനാൾ. 140. അമലോത്ഭവയായവൾ നിന്റെ സമീപത്ത്. ഞാൻ നിങ്ങളുടെ അമലോത്ഭവയായ അമ്മയാണ്. നിങ്ങളെല്ലാവരും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ദൃഷ്ടികൾ എന്നിലേക്ക് ഉയർത്തട്ടെ. എത്രയും പരിശുദ്ധ ത്രിത്വം അതിവിശേഷമായ ഒരാനുകൂല്യത്താൽ മഹിമയിലേക്ക് ഉയർത്തിയ എന്നെ അവർ നോക്കി ധ്യാനിക്കട്ടെ. എന്നെ പാപം ഒരിക്കലും സ്പർശിച്ചിട്ടില്ല. താൻ നിർവഹിച്ച രക്ഷാകർമ്മത്തിൻ്റെ പ്രഥമവും ഏറ്റവും സുന്ദരവുമായ ഫലം ഈ വിധത്തിൽ എന്നിൽ പ്രകാശിക്കുവാൻ എൻ്റെ പുത്രൻ യേശു തിരുമനസ്സായി. പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും നിങ്ങൾ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടാൻ സാധ്യമാകുന്നത് പോലെ ഞാൻ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പാപത്താൽ മലിനമാക്കപ്പെടാതിരിക്കാനുള്ള വിശേഷ ആനുകൂല്യം അവിടുന്ന് എനിക്ക് നൽകി. ഞാൻ ഏറ്റവും മനോഹരിയും ആയിരിക്കുന്നതിന് അവൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ പക്കലേക്ക് വരുന്നതിന് യോഗ്യമായ ഒരു കവാടം എന്നിൽ ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവൻ ഇപ്രകാരം ചെയ്തത്. പാപത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിനാൽ ആകർഷിക്കപ്പെടുന്നതിന് അനുവദിക്കുക. പാപമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏക തിന്മ. നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രകാശിക്കേണ്ട എൻ്റെ പുത്രൻ യേശുവിൻ്റെ രൂപത്തെ പാപം വികൃതമാക്കുന്നു. ഇന്നേ ദിവസം ഞാൻ നിങ്ങളെ സമീപിക്കുകയും നിങ്ങളോട് ഇപ്രകാരം പറയുകയും ചെയ്യുന്നു. ഭയപ്പെടേണ്ട, യാതൊന്നും ഭയപ്പെടേണ്ട. എന്തെന്നാൽ അമലോത്ഭവയായ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ സമീപത്തുണ്ട്. ഞാൻ നിങ്ങളെ നയിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ സഞ്ചരിക്കേണ്ട പാത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ വിളിക്കുകയും എൻ്റെ വിമല ഹൃദയത്തിൽ ഞാൻ നിങ്ങളെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഭയവും സംശയവും കൂടാതെ എനിക്ക് ആത്മാർപ്പണം ചെയ്യാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റവും വലിയ കൂരിരുട്ടിൽ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് പ്രകാശം നിങ്ങളുടെ മേൽ പതിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
അതിൻ്റെ അർത്ഥം നിർണായകമായ നിമിഷങ്ങളിൽ ഞാൻ തന്നെ സകലവും ഈ വിധത്തിൽ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് നിങ്ങളെ അറിയിക്കുമെന്നത്രയും. എൻ്റെ പുത്രൻ യേശുവിനോടും എൻ്റെ സഭയോടും വിശ്വസ്തരായി നിലനിൽക്കുവാൻ ആരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സത്യത്തിൽ നിലനിൽക്കുന്നതിന് നിങ്ങൾ എന്തു പറയണമെന്നതിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരും. നിങ്ങൾ ആരെ ഭയപ്പെടണമെന്നും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴികൾ ഏവയെന്നും നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കും. എന്നാൽ കാൽവരിയിൽ ബലിയർപ്പിക്കപ്പെടുന്നതിനായി ഞാൻ നിശ്ചയിച്ചു കൊണ്ടുപോകുന്നവർക്ക് ആവശ്യമായ സർവ്വവും ഞാൻ തന്നെ മുൻകൂട്ടി തയ്യാർ ചെയ്യും. നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന അമലോത്ഭവയായവൾ ഞാൻ തന്നെ. ശുദ്ധീകരണത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ എൻ്റെ സാന്നിധ്യം അനുദിന സാധാരണമാകും വിധം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. കാരണം പാപത്തിനും പിശാചിനും തിന്മയുടെ മഹാസൈന്യങ്ങൾക്കുമെതിരെ നാം നടത്തേണ്ടിയിരിക്കുന്ന സമരം വാസ്തവത്തിൽ വളരെ വലുതാണ്. അതിനാൽ എനിക്ക് നിങ്ങളെ സമർപ്പിക്കുക. ഡിസംബർ 24, 1977 വിശുദ്ധ രാത്രി 141. നിങ്ങൾക്കും എൻ്റെ പുത്രന് ജന്മം നൽകാം. എൻ്റെ പ്രിയ വത്സരസുതരെ, ഇപ്പോൾ ജനിച്ചു വീണ് തണുപ്പ് കൊണ്ട് വിറയ്ക്കുകയും കരയുകയും ചെയ്യുന്ന എൻ്റെ മകൻ്റെ പുൽത്തൊട്ടിയിൽ എന്നോടുകൂടെ കുനിഞ്ഞു നോക്കുക. നമുക്കൊരുമിച്ച് അവനെ ആരാധിക്കാം. എന്തെന്നാൽ അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അവൻ്റെ വൈദികരെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രത്യേകമായി എനിക്ക് പ്രിയക്കരനാണ്. നിങ്ങളെ നിങ്ങളുടെ സ്വർഗീയ മാതാവിന് തുല്യരാക്കുന്ന ഒരു ശക്തി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ദിവ്യബലി അർപ്പിക്കുമ്പോഴും നിങ്ങളും എൻ്റെ പുത്രന് ജന്മം കൊടുക്കുന്നു. വൈദികൻ ഉച്ചരിക്കുന്ന വാക്കുകളുടെ ശക്തിയാൽ കൂദാശ ചെയ്ത ഓസ്തിയിൽ യേശു തന്നെ സന്നിഹിതനാക്കുന്നു. പ്രിയ സുതരെ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പുത്രന് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാകുന്നതിന് സാധ്യമാകുമായിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ യേശു തൻ്റെ ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദൈവപ്രകൃതിയോടും കൂടെ സന്നിഹിതനായിരിക്കുന്നു. വൈദികരായ നിങ്ങൾ അവൻ്റെ ജനന സത്യം സമയത്തിൽ നവീകരിക്കുന്നു. അന്നത്തെ പോലെ ഇന്നും അവൻ്റെ ഈ വരവ് നിഗൂഢതയിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്ന് ഒരു ഗുഹയാണ് അവനെ സ്വീകരിച്ചത്. ഇന്ന് അൾത്താരയിലെ ഒരു കല്ല് അവനെ സ്വീകരിക്കുന്നു. അന്ന് ഒരു ശരീരത്തിൻ്റെ മൃദുവായ ആവരണം അവൻ്റെ ദൈവത്വത്തെ മറച്ചു. ഇന്ന് വെളുത്ത അല്പത്തിൻ്റെ രൂപം അവനെ മറയ്ക്കുന്നു. എന്നാൽ അന്ന് ഒരു പിഞ്ചു ശിശു എന്ന പോലെ ഇന്ന് കൂദാശ ചെയ്യപ്പെട്ട അവസ്ഥയിൽ ദൈവപുത്രൻ്റെ യഥാർത്ഥ സാന്നിധ്യം സ്ഥിതി ചെയ്യുന്നു. ആ പാവനമായ രാത്രിയിൽ എന്ന പോലെ ഇന്ന് എൻ്റെ മാതൃഹൃദയം പിളർക്കപ്പെടുന്നു. ദിവ്യകാരുണ്യ രഹസ്യത്തിൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തെ പറ്റിയുള്ള സംശയങ്ങൾ വൈദികർക്കിടയിൽ പോലും എത്ര വിപുലമായി വ്യാപിച്ചിരിക്കുന്നുവെന്ന് കാണുമ്പോൾ എൻ്റെ ഹൃദയം വീണ്ടും മുറിവേൽക്കപ്പെടുന്നു. ഇക്കാരണത്താൽ ദിവ്യകാരുണ്യത്തിന് നേരെ അനാദരവ് പടർന്നു പിടിക്കുന്നു. ആരാധനയും പ്രാർത്ഥനയും നീക്കം ചെയ്യപ്പെടുന്നു. മാരക പാപത്തോടുകൂടെ അതിനെ സമീപിക്കുന്നവരുടെ ദൈവനിന്ദാ പാപങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. അവർ വിശ്വസിക്കുന്നില്ല. കഷ്ടം, വൈദികരുടെ ഇടയിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാതെ അത് അർപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇവരിൽ ചിലർ എൻ്റെ മകൻ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം തിരസ്കരിക്കുന്നു. മറ്റു ചിലർ ആ സാന്നിധ്യം ദിവ്യബലിയിൽ നടക്കുന്ന ആ സമയത്ത് മാത്രം പരിമിതപ്പെടുത്തുന്നു. മറ്റു ചിലരാകട്ടെ പ്രസ്തുത സാന്നിധ്യം വെറും ആധ്യാത്മികവും പ്രതീകാത്മകവുമായി മാത്രമാണെന്ന് കരുതുന്നു. ഈ അബദ്ധങ്ങൾ പ്രബോധന പീഠത്തിൻ്റെ വിശിഷ്യ മാർപ്പാപ്പയുടെ വ്യക്തമായ പ്രബോധനത്തിന് ശേഷവും എങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പാഷണ്ഡതയെ പിന്താങ്ങുന്നവരുടെ എണ്ണം ഇതിലുപരി വർദ്ധിക്കുന്ന കാലം നിർഭാഗ്യവശാൽ വരുന്നു. തിരുസഭയിൽ ആരാധനയുടെ സൗരഭ്യവും ദിവ്യബലിയും നിലച്ചു പോകുന്നത് പോലെ ആയിത്തീരും. ഈ വിധം ദൈവത്തിൻ്റെ വിശുദ്ധാലയത്തിലേക്ക് നേരത്തെ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞ ശൂന്യതയുടെ മ്ലേച്ഛത അതിൻ്റെ അത്യുച്ച കോടിയിലെത്തും. ഇക്കാരണത്താലാണ് ഈ വിശുദ്ധ രാത്രിയിൽ ലോകമെന്നും ചിതറിക്കിടക്കുന്ന എൻ്റെ പ്രിയസുതരെ എൻ്റെ വിമല ഹൃദയത്തിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളും ദിവ്യകാരുണ്യ രഹസ്യത്തിൽ യേശുവിന് ജന്മം കൊടുക്കുന്ന അൾത്താരയുടെ മുൻപിൽ എന്നോടുകൂടെ ശിരസ്സ് നമിച്ച് നിൽക്കുന്നതിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവനെ എന്നോടുകൂടെ ആരാധിക്കുക. എന്നോടുകൂടെ അവനിൽ സ്നേഹം വർഷിക്കുക. എന്നോടുകൂടെ അവനെ ആശ്വസിപ്പിക്കുക. എന്നോടുകൂടെ അവന് നന്ദി പറയുക. അവനോട് കാണിക്കുന്ന നിന്ദനത്തിനും താല്പര്യമില്ലായ്മയ്ക്കും എന്നോടുകൂടെ പരിഹാരം ചെയ്യുക. അവന് വേണ്ടി രക്തം ചിന്തുന്നതിന് സന്നദ്ധരായിക്കൊണ്ട് എന്നോടുകൂടെ അവൻ്റെ ജീവൻ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക. ആകയാൽ ഈ ഇരുണ്ട രാത്രിയിൽ യേശു തൻ്റെ കരുണാമൃതമായ സ്നേഹത്താൽ രക്ഷിക്കാൻ നിശ്ചയിക്കുന്ന ഈ ലോകത്തിൻ്റെ മേൽ നിങ്ങളിലൂടെ ഒരിക്കൽ കൂടി തൻ്റെ പ്രകാശം വീശുന്നു.
ഡിസംബർ 31, 1977 വർഷാവസാന രാത്രി. 142. ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം. ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ പുത്രന്മാരെ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കൃപാവരത്തിൻ്റെ മണിക്കൂറുകൾ, അസാധാരണമായിരുന്ന ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ എന്നോടൊത്ത് ചിലവഴിക്കുക. എൻ്റെ സുപ്രധാനമായ സന്ദേശം മനുഷ്യരെ അറിയിക്കുന്നതിന് ഫാത്തിമയിലെ പാവപ്പെട്ട കോവാദ ഈറിയയിൽ ഞാൻ പ്രത്യക്ഷയായിട്ട് 60 വർഷം കഴിഞ്ഞു. എൻ്റെ സന്ദേശം മുൻപത്തേക്കാൾ ഇപ്പോൾ കൂടുതൽ അടിയന്തരവും പ്രസക്തവുമാണ്. സന്ദേശം പ്രസക്തമാണ് എന്തെന്നാൽ ഈ സമയത്തെന്ന പോലെ മനുഷ്യവർഗം അതിൻ്റെ നാശത്തിലേക്ക് ഇത്രയധികം മുൻപൊരിക്കലും അടുത്തിട്ടില്ല. ഇത് അടിയന്തരമായതാണ്. കാരണം ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി വേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വത്സലസുതരെ, നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ അമ്മ കഠിന മനോവേദനയോടെ നൽകുന്ന സന്ദേശത്തിൻ്റെ ചെവിക്കൊള്ളുക. ദൈവത്തിങ്കലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും വഴികളിലൂടെ നിങ്ങൾ മടങ്ങിപ്പോവുക. തന്നിലേക്ക് മടങ്ങി വരുന്നതിന് പിതാവ് നിങ്ങൾക്ക് തരുന്ന മാർഗം ഞാൻ നിങ്ങൾക്ക് വീണ്ടും തരുന്നു. അതത്രേ എൻ്റെ വിമല ഹൃദയം. നിങ്ങളെല്ലാവരും ഈ ഹൃദയത്തിൻ്റെ ആത്മപ്രതിഷ്ഠ നടത്തുകയും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അവസാനിക്കാൻ പോകുന്ന ഈ വർഷത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷകൾ തടഞ്ഞു നിർത്തുന്നതിന് എൻ്റെ അനേകം മക്കളുടെ പ്രാർത്ഥനകളും സഹനങ്ങളും നിമിത്തം എനിക്ക് കഴിഞ്ഞു. നിങ്ങളുടെ ഉവ്വ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ മാതൃമധ്യസ്ഥത്തിൻ്റെ പ്രവർത്തനത്തിന് ശക്തി കൂട്ടാൻ എന്നെ പര്യാപ്തിയാക്കി. നിങ്ങളുടെ ആത്മരക്ഷയിലേക്ക് നയിക്കുന്നതിന്, നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മഹാപീഡകൾ കുറയ്ക്കുന്നതിനും മാധ്യസ്ഥം വഹിക്കുന്നതിനുള്ള കഴിവ് യേശു അവൻ്റെയും നിങ്ങളുടെയും അമ്മയിൽ നിക്ഷിപ്തമാക്കാൻ വീണ്ടും തിരുച്ചിത്തമായി. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും സഹനങ്ങളും ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ 1977 വർഷത്തിൽ മാതാവ് നൽകിയ സന്ദേശങ്ങളുടെ അവസാനിക്കുകയാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങളോടൊപ്പവും നിങ്ങൾക്ക് വേണ്ടിയും വായിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നൽകിയ വലിയ സുലഭ അവസരം അവിടുന്ന് ഏറ്റവും ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കട്ടെ. മാതാവിൻ്റെ സന്ദേശങ്ങൾ കൂടുതൽ ഷെയർ ചെയ്ത് നമുക്ക് ഈ ദൈവ പദ്ധതിയിൽ പങ്കാളികളാകാം. അമ്മയുടെ സന്ദേശങ്ങൾ ലോകമെങ്ങും അറിയട്ടെ. ഈശോയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് എന്നെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. ദൈവമേ നന്ദി, യേശുവെ നന്ദി, യേശുവെ ആരാധന.